ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം ഓടിക്കൊണ്ടിരിക്കുമ്പോ നിക്ക. പഴയതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പുതിയത് വേണം? താൻ പോലും പുതിയതായി, പിന്നെ ആ റെക്കോർഡ് പ്ലെയർ. ഇക്കണക്കിന് പുതിയ ഒരെണ്ണത്തിനെ കാണുമ്പോ പഴയതെന്ന് പറഞ്ഞ എന്നെയും കളയുമല്ലോ. വേണ്ടി വന്നാ കളയും. കളഞ്ഞോ? എനിക്കും വേറെ ആളെ നോക്കാൻ അറിയാം. ഞാൻ 2 പ്രസവിച്ചെങ്കിലും നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളുടെ മോളാണെന്ന്. ഞാൻ തന്റെ അപ്പൂപ്പനാണെന്ന് പറഞ്ഞില്ലല്ലോ. കളിയാക്കൊന്നും വേണ്ട. പുതിയ ഒരെണ്ണത്തിനെ കൊണ്ടുവരുമ്പോ അറിയാം. ദേ ഈ റെക്കോർഡ് പ്ലെയർ പോലെ ഇരിക്കും. നടന്നുകൊണ്ടിരിക്കുമ്പോ ഡിം. ഇതങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഇത് വാങ്ങിച്ച കടല നമ്പർ എത്രയാ? ഗുഡ് മോർണിംഗ് ഡാഫഡിൽസ്. വെരി ബാഡ് ഗുഡ് മോർണിംഗ്. രാവുണ്ണി മേനോൻ ഹിയർ. എന്താ സാർ? താൻ ഇന്നലെ ഒരു ക്ലാപ്പ് ഇവിടെ കൊണ്ട് വെച്ചില്ലേ? അത് കാണാനോ അതോ പാടാനോ? ഇവിടെ വന്നപ്പോ തൊട്ട് അതിനോരോ അസുഖങ്ങളാ. ഒന്നുകിൽ തലവേദന, അല്ലെങ്കിൽ വയറ്റിളക്കം. ക്ഷമിക്കണം. താൻ ഇപ്പോ ഈ സാധനം ഇവിടെ നിർത്തോണ്ട് പോകണം. ഇതൊരു പുതിയതൊന്ന് ഇവിടെ കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ ആ കാശ് തന്നോളൂ. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ വരാം. മാറ്റിത്തരാം. ഓക്കെ ഓക്കെ സാർ. എന്താ? ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. അമ്മയെ കണ്ടാല് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് കേട്ടു. ഇതാ എന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ജോലിയൊന്നും ഒഴിവില്ല. പോയിട്ട് 1 മാസം കഴിഞ്ഞ് വരും. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ അല്പം തിരക്കിലാണ്. പിന്നെ വരൂ. ഇവിടെ ഇരിക്കാം. തിരക്ക് കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. രാമുണ്ണി മേനോന്റെ മകളായിരിക്കും. റെക്കോർഡ് പ്ലെയർ എവിടെ ഇരിക്കുന്നത്? അകത്ത് കാണും. ഓ, വലിയ പണക്കാരന്റെ മോളെന്ന് തണ്ടായിരിക്കും. ഗോപാലകൃഷ്ണൻ, ഡാഫോഡിൽ ഇലക്ട്രിക്കൽസ്. അത് വേഗം എടുത്തോണ്ട് പോവാ. ഞാൻ നോക്കാം. നോക്കണ്ട, അത് ചത്തു. അല്ല, ചിലപ്പോഴേ ചില മൈനർ കംപ്ലൈന്റ്സ് ആയിരിക്കും. അടുത്ത ആഴ്ച പുതിയ കൺസൈൻമെന്റ് വരുമ്പോ ഞാൻ മാറ്റിത്തരാം. താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്തോളുക. അത് വേഗം ഇവിടെ എടുത്തോണ്ട് പോകണം. ഞാൻ എന്റെ പഴയത് ഉപയോഗിച്ചോളാം. അത് എന്റെ കൺമുമ്പിൽ കാണരുത്. അല്ല, ഞാൻ നോക്കട്ടെ. എടുക്ക. ചേട്ടാ, നോക്കാതെ ഇങ്ങനെ കുഴപ്പമില്ല. ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. അല്ലെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യാം. പുതിയത് കിട്ടില്ല വിരോധമില്ല. ആ പണം എങ്കിൽ ഇതാണ് പട്ടണത്തിലുള്ളവരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പറയുന്നത്. ഒക്കെ കളിപ്പാ. നമസ്തേ. നമസ്കാരം. എന്താ? ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. ഇവിടുത്തെ അമ്മയെ കണ്ടാല് ഒരു ജോലി കിട്ടുമെന്ന് കേട്ടു. കൊച്ചിനോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? അവര് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. അതറിയാം. പക്ഷെ സാറ് വിചാരിച്ചാല്. എന്താ അത്? എന്റെ സർട്ടിഫിക്കറ്റ്സ്. ബിഎക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലേ? മിടുക്കിയാണല്ലോ. അപ്പൊ എന്തൊക്കെ ജോലി അറിയാം? എന്ത് ജോലിയും ചെയ്യാം. ഇവിടെ ഇപ്പോ ജോലി എന്ന് പറയാൻ ഇപ്പൊ അങ്ങനെ ഇവിടെ പറ്റിയ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ട്.
ഏ പാസ് ഒരാളെ ആവശ്യമില്ലല്ലോ പോ. അപ്പോ ഈ വേറൊരു ജോലി എന്ന് പറയാൻ കുട്ടി ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം ഇവിടെ ഒഴിവൊന്നുമില്ലെന്ന് കുട്ടി പൊയ്ക്കോളൂ. സാറ് പറഞ്ഞു. ആ സാർ അങ്ങനെ പലതും പറയും, അതുകൊണ്ടാ പറഞ്ഞത് കുട്ടി പൊയ്ക്കോളൂന്ന്. ദാ ആ കുട്ടി പൊയ്ക്കോളൂ. വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുക എവിടുത്തെ മര്യാദയാണോ ഇത്? എനിക്ക് അത്രേ മര്യാദയുള്ളൂ. പാവം കുട്ടി. അത്ര പാവാണെങ്കിലേ പാതി സ്വത്ത് എഴുതി ഞാൻ കൊടുക്ക്. ആ ചിലപ്പോ കൊടുത്തുന്നിരിക്കും. എനിക്കറിയാൻ കൊടുക്കുമെന്ന്. നിങ്ങളുടെ മനസ്സിരിപ്പ് നല്ലവണ്ണം എനിക്കറിയാം. ഞാനേ ശങ്കരമംഗലത്തെ പെണ്ണ. 3 കുട്ടിയാനപ്പുറത്ത് നിറച്ച് സ്വർണ്ണവും പണമായിട്ടാണ് ഞാനിവിടെ വന്നത്. എന്റെ വീട്ടില് ഇപ്പോഴും ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടായ തീർന്നില്ലേ കഥ? നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ? എക്സ്ക്യൂസ് മീ. മുതലാളി ഒന്ന് കാണണം. അകത്തുണ്ട്. താങ്ക് യു. May I come in, sir? യെസ് കം ഇൻ. അല്ല ഇതാരാ? ഇരിക്കും ചിരം. ഈ റെക്കോർഡ് പ്ലെയറിന്റെ കാര്യത്തിനല്ലേ? കൊടുത്തയക്കാം ഉടനെ. അതല്ല, ഞാൻ എന്റെ ജോലി അന്വേഷിച്ചു വന്നതാണ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മക്ക് ജോലിയോ? സാറിന് തെറ്റിപ്പോയി. ഇല്ല, ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ എല്ലാം ഒരു ഫാഷനാ. വീട്ടിൽ എത്ര പണം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന രസമല്ലേ? ഞാൻ വെരി ഗുഡ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മകളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ജോലി. പിന്നെ എനിക്കൊരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്. അത് മതി. See, only if you don't mind. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു ജോലി വേണമെന്നേ ഉള്ളൂ. എന്താ പേര്? രേവതി. ഓ, അച്ഛൻ മകളുടെ പേരില എല്ലാ ബിസിനസ് നടത്തുന്നല്ലേ? രേവതി ടൈൽസ്, രേവതി ഫുഡ്സ്, രേവതി മിൽസ്, എല്ലാം പേരിലല്ലേ? എനിക്ക് പേരിഷ്ടപ്പെട്ടു. താങ്ക്സ്. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഈ സാറ് വിളി നിർത്തി എന്റെ പേര് വിളിച്ചാൽ മതി. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഗോപു എന്ന് വിളിക്കാം. ഞാൻ ഒന്നും പറയണ്ട, അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ? See, you can be on your seat from today. താങ്ക് യു. It's my pleasure.